ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 14-ാം വാക്യം. കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നമ്മളിവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അർഹതയില്ലാത്തത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം ഈ കൃഷിക്കാരുടെ മനസ്സിൽ കയറി കൂടിയപ്പോൾ മുതൽ അവർ സ്വയം ആരാണെന്ന് മറന്നു. അവരെന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം എന്നെല്ലാം അവർ മറന്ന് അവർ ക്രൂരതയുടെ പര്യായങ്ങളായി മാറുന്നു. അർഹതയില്ലാത്തത് ആഗ്രഹിച്ചു കഴിയുമ്പോൾ അതിലേക്കെത്താനുള്ള വഴികളും തിന്മയുടേതായിരിക്കുമെന്ന് ഈശോ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കും സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ അർഹതയുള്ള കാര്യങ്ങളുമുണ്ട്, അർഹതയില്ലാത്ത കാര്യങ്ങളുമുണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ടാവാം, നമ്മുടെ മനസ്സിൽ ആഗ്രഹം കൊണ്ടാവാം, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാവാം. നമുക്ക് അർഹതയില്ലാത്ത കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാതിരിക്കാനും അത് നമുക്ക് വേണമെന്ന് വാശി പിടിക്കാതിരിക്കാനും നമുക്ക് ശ്രമിക്കാം. നമ്മൾ ആരാണെന്ന് നമ്മൾ മറന്നു പോകുന്നിടത്താണ് നമ്മുടെ പ്രശ്നങ്ങൾ തുടക്കുന്നത്. കൃഷിക്കാർ അവർ ആരാണെന്ന് മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ അതിനനുസരിച്ചുള്ള ചിന്തകളാണ് പിന്നീട് ഉണ്ടാകുന്നത്. അവർ പറയുന്നു, നമുക്കിനി വരുന്നയാളെ കൊല്ലാം. അത് പറയുക മാത്രമല്ല, അവർ കൊന്ന് അവരുടെ ആ ഒരു ചിന്ത ശരിയായിരുന്നു, അല്ലെങ്കിൽ അവർ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുന്നതും നമ്മൾ കാണുന്നു. കൊല്ലാൻ മടിയില്ലാത്ത ആളുകളായി അവർ മാറുന്നു. യജമാനൻ്റെ മുമ്പിൽ വളരെ വിധേയരായ ഭൃത്യരായി നിന്ന ആളുകൾ ഇപ്പോൾ കൊല്ലാൻ മടിയില്ലാത്ത ആളുകളായി മാറുന്നു. അതിനുശേഷവും അവർക്കൊരു കുറ്റബോധവും ഇല്ല എന്ന് നമ്മൾ കാണും. ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന പല കൊലപാതകങ്ങളിലുമൊക്കെ ആളുകൾ ഒരുപക്ഷെ അന്യായമായി മറ്റുള്ളവരിൽ തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കും. അതിൻ്റെ പേരിൽ കൊലപാതകം പോലും നടത്തി അവരുടെ ആ നിഷ്ഠുരമായ ലക്ഷ്യം സാധിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു. കുറ്റബോധമില്ലാതെ അവർ കാണപ്പെടുകയും ചെയ്യുന്നു. സ്വയം മറക്കുന്നിടത്താണ്, നമ്മൾ ആരാണെന്ന് മറക്കുന്നിടത്താണ് നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും മോശമായി തുടങ്ങുന്നത്. നമ്മൾ ആരാണെന്നും എവിടെ നിൽക്കേണ്ടവരാണെന്നും എങ്ങനെ സംസാരിക്കേണ്ടവരാണെന്നും എങ്ങനെ പെരുമാറേണ്ടവരാണെന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വിളി അനുസരിച്ച്, സ്ഥാനവും മഹിമയും അനുസരിച്ച് നമുക്ക് മറക്കാതിരിക്കാം. ആ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ മാത്രം പെരുമാറുകയും ചെയ്യാം. ആമേൻ.